തൃശൂർ പുതുക്കാടിൽ കുറുമാടിപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലത്തിനായി 4.5 പതിറ്റാണ്ടായി നാട്ടുകാർ കാത്തിരിക്കുകയാണ്. പാലമില്ലാത്തതിനാൽ 12 കിലോമീറ്ററാണ് സ്കൂൾ കുട്ടികളടക്കം ചുറ്റിക്കറങ്ങേണ്ടി വരുന്നത്. ബജറ്റിൽ പണം നീക്കിവച്ചിട്ടും നാട്ടുകാർക്ക് പാലം എന്നത് സ്വപ്നം മാത്രമാണ്. തൃശൂർ പുതുക്കാട് കാരിക്കുളം കടവാണിത്. 1976 മുതൽ ഈ നാട്ടുകാർ ഇവിടെ ഒരു പാലത്തിനായി ആവശ്യമുന്നയിക്കുന്നു. ആവശ്യമുന്നയിച്ച് മുട്ടാത്ത വാതിലുകളില്ല. 1976 മുതൽ അന്നത്തെ മുഖ്യമന്ത്രിക്കോട്ട് പരാതികൾ പോയി തുടങ്ങിയിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മുടെ രവീന്ദ്രനാഥ് MLA ആയിരിക്കുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ നിവേദനങ്ങളെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാലം വരും, അവിടെ നിർമ്മിക്കും, അല്ലെങ്കിൽ പണിയും എന്നൊക്കെയുള്ള ഒരു വാക്കിൽ ഒതുക്കി അവസാനിപ്പിക്കുകയാണ്. 5 കോടി രൂപ ഇതിന് വകയിരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ മീറ്റിംഗ് കൂടി പറഞ്ഞിരുന്നു. ഇവിടെ സമരങ്ങളൊന്നും നടത്തിയിട്ടൊന്നുമില്ല. പിന്നെ 2016 പിന്നെ ഇവിടെ ബോറിംഗ് നടത്തിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് സ്കീമാന്ന് പറഞ്ഞു. ഇവിടെ താത്തി ഒരു 18 അടി താത്തി ഇപ്പൊ പാറയുണ്ട്. പുഴയ്ക്ക് നടുക്കും താത്തി അക്കരെ വഞ്ചി ലോറിയിൽ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെയും ബോറിംഗ് നടത്തി. അവർക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റിന് കൊണ്ട് കൊടുക്കണ്ടു. ഇന്നമാരി ഉണ്ട്, ഇത്ര അടിയിൽ പാറയുണ്ടെന്നുള്ള പറഞ്ഞ് കൊടുക്കുക. അതും അന്ന് ചെയ്തിട്ടുണ്ട്. വർഷകാലത്തായാലും ഇപ്പോഴായാലും ഞങ്ങൾ ബൈക്കുമ്പോഴായാലും വണ്ടിയിലായാലും 12 കിലോമീറ്റർ വളഞ്ഞാണ്. അക്കരെയാണ് പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ. ശിവക്ഷേത്രം, ജാറം, പിന്നെ പള്ളി, സ്കൂള് എല്ലാം അക്കരെ. അതുപോലെ തന്നെ അക്കരെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ആസ്പത്രി. അപ്പൊ 2 കൂട്ടർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ പുഴ ഒരു തടസ്സമാണ്. ഈ ഒരു പാലത്തിന്റെ അഭാവത്തിൽ 12 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്ന നാട്ടുകാരാണിത്. ഇനിയെങ്കിലും ഒരു പാലം വരട്ടെ എന്ന പ്രത്യാശയിലും ആശയിലുമാണ് ഈ നാട്ടുകാർ. ഷഫീഹ് ഏളയോടത്ത്, മനോരമ ന്യൂസ്, തൃശൂർ.